2-3 കൊല്ലം മുമ്പ് ഷോർട്ട് ഫിലിമായിട്ട് വന്നൊരു സബ്ജക്റ്റ്. അത് ഇന്നൊരു ഫീച്ചർ ഫിലിമായിട്ട് തിയേറ്ററിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് സംഭവം. ഷോർട്ട് ഫിലിം ചെയ്തെടുക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും ഈ സംഭവം. ഇതിനൊരു തീം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു ടൈം ലൂപ്പ് പോലത്തെ ഒരു പരിപാടിയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ചുരുളിപ്പെട്ട പോലെ. ഞാൻ എപ്പോഴും നോട്ട് ചെയ്തൊരു കാര്യം, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇൻ്റർസ്റ്റെല്ലാറിൽ സയൻസ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഇവരെന്താ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗോഡ് പാർട്ടിക്കിൾ കൊണ്ടുവരിക എന്നുള്ളത്. ഇതിലും അതേപോലെ തന്നെ ഷോർട്ട് ഫിലിമും കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനും പരിപാടികളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതിന് ആ സബ്ജക്റ്റ് കുറച്ചും കൂടി എൻലാർജ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരാമെന്ന് പറയുന്നത് തന്നെ കുറച്ച് റിസ്ക്കാണ്. മെറ്റീരിയലൈസ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ടഫാണ്. പക്ഷേ ഇതിൻ്റെ BGM, ക്യാമറ, സൗണ്ട് ഡിസൈനൊക്കെ സെറ്റാണ്. പാളിയതായിട്ട് തോന്നിയുള്ളത് ഇതിൻ്റെ കാസ്റ്റിങ്ങും പിന്നെ എഡിറ്റിങ്ങും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഒരു ജംബിൾഡായിട്ട് വരുന്നുണ്ട്. ഒരു ഫ്ലോ കിട്ടാത്ത പോലത്തെ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ബാക്ക് ടു ദ ഫ്യൂച്ചർ പോലെ പാർട്ടാക്കിയിട്ടൊരു ടൈം ട്രാവൽ മൂവി ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇറ്റ്സ് എ ന്യൂ അറ്റംപ്റ്റ്. ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 ഇനി വരാണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഫോളോ ഫോർ മോർ.